എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 32 ഇഞ്ച് സാംസങ് LED TV ആണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സൗണ്ട് മാത്രം കേൾക്കും, പക്ഷേ ഡിസ്പ്ലേയിൽ യാതൊന്നും തന്നെ കാണാൻ കഴിയില്ല. അപ്പോൾ ഡിസ്പ്ലേ വർക്കിംഗ് അല്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്ക് ഈ ഒരു TV വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്തപ്പോഴത്തേക്കും നമുക്കിവിടെ ഈ TV ബാക്ക് ലൈറ്റ് ഓണായിട്ട് നിൽക്കുകയാണ്, പക്ഷേ ഡിസ്പ്ലേയിൽ യാതൊന്നും തന്നെയില്ല. നമുക്ക് ഈ വെട്ടം ഉള്ളത് കൊണ്ടിട്ടാണ് ബാക്ക് ലൈറ്റ് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്താണ് ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ ഈ പിക്ചർ വരാത്തതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാം. ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ലോജിക് ബോർഡ്, ഇത് നമ്മുടെ ടീകോൺ ബോർഡ്, ഇത് സ്കെയിലർ ബോർഡ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് പവർ സപ്ലൈ ഇല്ല. ഇത് 19 വോൾട്ട് അഡാപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു TV ആണ്. അപ്പോൾ ഞാനിത് തുറന്ന് ഓപ്പൺ ചെയ്തതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാനൽ ഇതിൻ്റെ പാനലല്ല. സാധാരണ ഈ ഒരു ടൈപ്പ് TVയിൽ വരുന്ന പാനൽ എന്ന് പറയുന്നത് സിംഗിൾ കോഫ് പാനലാണ്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഡബിൾ കോഫ് പാനലാണ്. ഈ ഒരു LGയുടെ പാനലാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത് ഇത് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പാനലാണെന്ന് മനസ്സിലായി. ഈ സാംസങ്ങിൻ്റെ ഈ സ്ക്രൂലെസ് TV, അതായത് ഇതിനകത്ത് സ്ക്രൂ ഉണ്ടാവില്ല, മൊത്തം ക്ലിപ്പായിരിക്കും. ഈ ഒരു മോഡലിൽ ഞാൻ എല്ലാ മോഡലും എല്ലാ മോഡലും ഞാൻ കണ്ടിട്ടുള്ളത് സിംഗിൾ കോഫ് പാനലാണ്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഡബിൾ കോഫാണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്തുകൊണ്ടിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ഓൺ ആവാത്തതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ അഡാപ്റ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 12 വോൾട്ട് നമ്മുടെ ടീകോൺ ബോർഡിലോട്ട് വരുന്നുണ്ടോ, ടീകോൺ ബോർഡിൽ DC to DC ICയിൽ ഈ പാനൽ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 12 വോൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ബോർഡിലോട്ട് എന്തുകൊണ്ട് 12 വോൾട്ട് വരുന്നില്ല എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് പ്രോബ് ഈ ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് ഗ്രൗണ്ട് ചെയ്യുകയാണ്. കാര്യം ബോഡി ഗ്രൗണ്ടാണ്. ഓക്കെ, ഞാൻ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ പവർ ഓൺ ചെയ്യണം. ദാണ്ട് ഈ ഒരു ഹോളിൽ ശ്രദ്ധിച്ചറിയാം അതിൻ്റെ ബാക്ക് ലൈറ്റ് ഓൺ ആവുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ ബാക്ക് ലൈറ്റ് ഓൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം 12 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വി ഇന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്. മൾട്ടിമീറ്റർ ഇപ്പോൾ വോൾട്ടേജ് മോഡലാക്കിയിട്ടുണ്ട്. ഇന്നിൽ നമുക്കിവിടെ 12 വോൾട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സിഗ്നൽസുകൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടീകോൺ ബോർഡ് ടൈമിംഗ് കൺട്രോൾ വർക്ക് ചെയ്യാനുള്ള സിഗ്നൽസുകൾ അതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ബോർഡ് നമ്മുടെ മെയിൻ ബോർഡ് ഓക്കെയാണ്. അപ്പോൾ മെയിൻ ബോർഡിൽ നമുക്ക് സിഗ്നലും ഡിസ്പ്ലേയിലോട്ടുള്ള സിഗ്നൽ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇത് വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ടും വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ പാനൽ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ പാനൽ ഈ ഒരു ടീകോൺ ബോർഡ് വർക്ക് ചെയ്യാൻ 3.3 വോൾട്ട് വേണം. ആ വോൾട്ടേജ് ഉണ്ടാക്കുന്നത് ആ വോൾട്ടേജ് ഇല്ല. ആ വോൾട്ടേജ് 0.6 വോൾട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നത് AVDD വോൾട്ടേജ് ആണ്. ഇതിനകത്ത് VDD എന്നാണ് എഴുതിയിരിക്കുന്നത്. VDD വോൾട്ടേജ് ഇല്ല, HVDD വോൾട്ടേജ് ഇല്ല, VGH വോൾട്ടേജ് ഇല്ല, VGL വോൾട്ടേജ് ഓക്കെ, VGL വോൾട്ടേജ് അവിടെ 248 വരുന്നുണ്ട്. ഈ IC ചൂടാവുന്നതുമില്ല. ഒരുപക്ഷെ ഈ ഒരു IC പ്രൊട്ടക്ഷൻ മോഡിലോട്ട് പോയിട്ടുണ്ടാകും, എന്തെങ്കിലും ഷോർട്ടിങ് കാരണം. അപ്പോൾ ആ ഷോർട്ടിങ് നമുക്ക് പാനലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഈ സ്ട്രിപ്പ് കേബിൾ ഒന്ന് അഴിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് ഓണായി, ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 12 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. VDD വോൾട്ടേജ് ഇത് 15 വോൾട്ടിന് മുകളിൽ വരണം. നമുക്കിപ്പോൾ 15 വോൾട്ട് ഉണ്ട്. ഓക്കെ, അടുത്ത HVDD വോൾട്ടേജ് 7 വോൾട്ട് ഉണ്ട്. VGH വോൾട്ടേജ് 26, VGL വോൾട്ടേജ് -4. അപ്പോൾ ഈ ബോർഡ് കുഴപ്പമില്ല, നമുക്ക് ഈ പാനലാണ് പ്രശ്നമായിട്ട് വരുന്നത്. പാനൽ എവിടെയോ കംപ്ലൈൻ്റ് ആണ്. ഈ സ്കെയിലർ ബോർഡ് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടുത്തെ സ്പീക്കർ ഇളക്കി മാറ്റിയപ്പോഴത്തേക്കും ഈ ഒരു പാനലിൻ്റെ ഈ ഒരു കോഫിൽ ഇവിടെ പണി നടന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് അടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൽ വരുന്ന ഈ കപ്പാസിറ്റേഴ്സുകളിൽ എന്തെങ്കിലും ഷോർട്ടിങ് കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് മൾട്ടിമീറ്റർ ഓംസ് മോഡലിടാം. എന്നിട്ട് ഇവിടെ 1 by 1 ആയിട്ട് കപ്പാസിറ്റേഴ്സുകൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കപ്പാസിറ്ററിൽ നമുക്ക് എത്ര 17 ഓംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് VDD വോൾട്ടേജിൻ്റെ കപ്പാസിറ്ററാണ്. പക്ഷേ അതിൽ
18 ഓംസ് കാണിക്കുന്നുണ്ട്. 18 ഓംസ് വരാൻ പാടില്ല. അത് ഒരു 5Kക്കെങ്കിലും മുകളിൽ നിൽക്കാം. അപ്പോൾ അവിടെ ഷോർട്ടിങ് ഉണ്ട്. ആ ഒരു കപ്പാസിറ്ററിൽ കറക്റ്റ് കരി പിടിച്ചിരിക്കുന്ന കണക്കുണ്ട്. അതായത് ആ ഒരു കപ്പാസിറ്റർ നമുക്ക് അവിടെ നിന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു കപ്പാസിറ്റർ അവിടെ നിന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അവിടെ ആ ഷോർട്ട് പോയിട്ടുണ്ടോ അതോ ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 5Kയുടെ മുകളിൽ, അതായത് ഇപ്പോൾ 50 കിലോ ഓംസോളം ആ ഒരു വാല്യൂ കാണിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടെ പവർ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ട്രിപ്പ് നേരെ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ട്രിപ്പ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബാക്ക് ലൈറ്റ് ഓണായി നിൽപ്പുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു HAVDD വോൾട്ടേജ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. VGH വോൾട്ടേജ് അതുകൊണ്ട് 3.3 വോൾട്ട് അതുകൊണ്ട് VGL വോൾട്ടേജും ഉണ്ട്. ഇത് HVDD വോൾട്ടേജ്. അപ്പോൾ എല്ലാ വോൾട്ടേജും ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പവർ ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് ഡിസ്പ്ലേ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓഫായി. ഓക്കെ, സാംസങ് എന്ന് എഴുതി കാണിച്ചു. ഗ്രെയിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ എല്ലാം ഓക്കെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടിങ് ആയതായിരുന്നു നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ വരാതിരുന്നതിന് കാരണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേ കണക്കുള്ള കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ സ്കെയിലർ ബോർഡ് ഉണ്ടെങ്കിൽ സ്കെയിലർ ബോർഡിൽ ചെക്ക് ചെയ്യുക, എല്ലാ വോൾട്ടേജും ക്രിയേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിന് ശേഷമാണ് നമ്മൾ 1 by 1 ആയിട്ട് ഓരോന്നിങ്ങനെ കമ്പോണൻസുകൾ ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാനവിടെ ആ കമ്പോണൻറ്റ് നല്ല കരിഞ്ഞിരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ അവിടെ ചെക്ക് ചെയ്തത്. പക്ഷേ ആ ഒരു കമ്പോണൻറ്റ് തന്നെയായിരുന്നു നമുക്ക് പ്രോബ്ലമായിട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.